നമുക്ക് പാലക്കാടേക്ക് പോകാം. അവിടെ സന്തോഷ് സ്റ്റെർലിംഗ് വീണ്ടും തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ഗുഡ് മോർണിംഗ് കേരളത്തിനോടൊപ്പം ചേരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. സന്തോഷ്, ഇപ്പോൾ ഇതാ ജില്ലാ സെക്രട്ടറിക്കൊപ്പമാണ് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം തയ്യാറാണോ? ഗുഡ് മോർണിംഗ് സിന്ദൂരി. അതെ, CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് നമ്മളോടൊപ്പമുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ, കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ഇടതു കോട്ടകളിൽ കാര്യമായ ഉലച്ചിൽ തട്ടാതെ സൂക്ഷിച്ച ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. ജില്ലയിലെ മൊത്തം വോട്ട് ഷെയറുകളിൽ പോലും വലിയ തകർച്ചയുണ്ടാകാതെ സംരക്ഷിക്കാനും ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്ക് കഴിഞ്ഞു. പക്ഷേ എന്നാലും ചില സീറ്റുകളിലൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ലഭ്യമായില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനും നമുക്ക് അന്വേഷിക്കാനും ചോദിക്കാനും കഴിയുന്ന രീതിയിൽ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ ഈ പാലക്കാട് ജില്ലയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ കാണും? പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലുണ്ടായ UDFന് അനുകൂലമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് ഉലയാതെ നിന്നൊരു ജില്ലയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ LDFൻ്റെ ഉറച്ച കോട്ട പോലെ തന്നെ നിലനിർത്താൻ സാധിച്ചു. അതിൽ മറ്റൊരു പ്രത്യേകത, ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, എല്ലാത്തിലും വൻ ഭൂരിപക്ഷമായിരുന്നു. ഇപ്പോൾ പട്ടാമ്പി 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ഒറ്റപ്പാലമാണെങ്കിൽ ഇന്നേ വരെ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം 26,000-ലധികം ഭൂരിപക്ഷത്തിനാണ് ജയിപ്പിച്ചത്. 19,000, 20,000-ത്തോളം അടുത്തുള്ള ഒരു ഭൂരിപക്ഷമാണ് ഷൊർണൂർ. അതുപോലെ തന്നെ മലമ്പുഴയും 19,000-ലധികം ഭൂരിപക്ഷമുണ്ട്. നെന്മാറ ടൈറ്റ് ഫൈറ്റായിരുന്നു. എല്ലാവരും പറഞ്ഞത് UDF ആ സീറ്റ് പിടിച്ചെടുക്കുമെന്നുള്ള വ്യാപകമായ പ്രചാരണം ഉണ്ടായിരുന്നു. അത് നടക്കില്ല എന്ന് നെന്മാറ ഒരിക്കൽ കൂടി തെളിയിച്ചു. വലിയ പ്രചാരവേല മാധ്യമങ്ങൾ നടത്തി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ 9,000-ത്തോളം വോട്ട് ആലത്തൂരുണ്ട്. അതുപോലെ തരൂരും വലിയ ഭൂരിപക്ഷമാണ്, 15,000-ലധികം ഭൂരിപക്ഷമാണ് തരൂരും കിട്ടിയത്. അപ്പോൾ ജില്ലയിൽ പൊതുവെ ജയിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ഷെയർ നല്ല നിലയ്ക്ക് തന്നെ നിലനിർത്താൻ സാധിച്ചു. പലവിടെയും വർദ്ധിപ്പിച്ചു. കൂടുതൽ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. നല്ലൊരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. കുറച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിശോധിച്ച് നോക്കും. ആകെ ഒരു വീഴ്ച വന്നിട്ടുള്ളൂ എന്ന് പറയാൻ നമുക്ക് ഈ കോങ്ങാടും തൃത്താലയുമാണ്. കോങ്ങാടും തൃത്താലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടക്കം മുതലുള്ളൊരു വിലയിരുത്തൽ ഒരാശങ്കയുണ്ടായിരുന്നു. കാരണം ഈ തൃത്താല അതുപോലെ തന്നെ കോങ്ങാട് ആ രൂപത്തിൽ തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ കോങ്ങാടിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് BJPയുടെ വോട്ട് നല്ലതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പല ഘട്ടത്തിലും മാധ്യമങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്. അത് പരിശോധിച്ചാൽ മനസ്സിലാകും. നല്ലൊരു വോട്ട് ഷെയർ, BJPയുടെ വോട്ട് ഷെയർ ഐക്യജനാധിപത്യ മുന്നണിക്ക് മാറ്റിക്കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ മണ്ഡലം നഷ്ടപ്പെടാൻ. അല്ലാതെ കോങ്ങാട് മണ്ഡലം നഷ്ടപ്പെടാൻ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ അവിടെ BJP സഹായിച്ചു എന്നുള്ളതാണ്. ഈ ചില വിവാദങ്ങളൊക്കെ കൊണ്ട് മാധ്യമ ശ്രദ്ധയൊക്കെ പറ്റിയ ഒന്നിലേറെ മണ്ഡലങ്ങളുണ്ട്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ ഒറ്റപ്പാലം, PK ശശി KTDC മുൻ ചെയർമാൻ സ്ഥാനം ഒക്കെ രാജിവെച്ച് വലിയ വിമത നീക്കം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒറ്റപ്പാലത്ത് മത്സരിച്ചതും. VD സതീശൻ തന്നെ നേരിട്ട് വന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒറ്റപ്പാലത്താണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഒറ്റപ്പാലത്തെ കുറിച്ച് ഈ താങ്കൾക്കെതിരെ പോലും വ്യക്തിപരമായ PK ശശി എന്ന് പറയുന്ന ഒരാളെ ഞാൻ വളരെ നിസ്സാരമായിട്ടാണ് തുടക്കം മുതൽ തന്നെ കണ്ടത്. അയാളൊന്നുമല്ല എന്ന് ഞാനൊരു ഘട്ടത്തിൽ AKG സെൻറ്ററിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ് വരുമ്പോൾ AK സെൻറ്റർ മുൻവശത്ത് വെച്ച് മാധ്യമങ്ങളുണ്ടപ്പോൾ അയാൾ ആര് എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണിപ്പോൾ ഇവിടെ കേരളത്തിലെല്ലാം പല വിമതന്മാർക്കൊക്കെ സ്വീകാര്യത കിട്ടിയപ്പോഴും പാലക്കാട് ജില്ലയിലെ PK ശശിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ പ്രേംകുമാർ ജയിക്കാൻ PK ശശിയുടെ സ്ഥാനാർത്ഥിത്വം സഹായിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ശശി വമ്പൻ ആളാണെന്നാണ് സ്വയം ശശിയും ആ ശശിയുടെ വാക്കുകളെ എടുത്തു പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളും വല്ലാതെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തത്. എന്തായി ഇപ്പോൾ ശശി വല്ലാതെ ഇനി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു അഭിമാനം ഉണ്ടെങ്കിൽ ജനങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുക? അപ്പോൾ
ഒറ്റുകാർക്കും വർഗ പഞ്ചുകാർക്കും പാലക്കാട് ജില്ലയ്ക്കകത്ത് സ്ഥാനമില്ല, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കപ്പെട്ടത്. ശശി ഏതോ ഒരു ചാനലിനോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഞാൻ എന്തായാലും ബഹുഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന്. അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേനാൾ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ പ്രത്യേകിച്ച് CPM കൊടുത്തിട്ടുള്ള KTDCയുടെ ചെയർമാൻ്റെ വാഹനത്തിലിരുന്നു കൊണ്ടുപോയി എല്ലാവരുടെയും UDFന് വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് തുടക്കത്തിൽ തന്നെ പാർട്ടിക്ക് ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ഒറ്റുകാരൻ്റെ പണി നടത്തിയിട്ട് ഈ ജില്ലയിൽ ജയിച്ചു കയറാം എന്നാണ് ശശി ധരിച്ചത്. അപ്പോൾ ശശിയുടെ ഏറ്റവും വലിയ പതനം ഇന്ന് കേരളം കണ്ടു, ജില്ല കണ്ടു. അപ്പോൾ ജില്ലയിൽ ഏതൊരു കാലത്തും CPMനെതിരായി ആര് കൈ ഉയർത്തിയാലും അല്ലെങ്കിൽ വെല്ലുവിളി നടത്തിയാലും ആ വെല്ലുവിളിയൊന്നും പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ശശിയുടെ ഈ പതനം. വലിയ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നു ശശി, ഭയങ്കരമായിട്ടൊരു രീതിയിലൊക്കെ. ആ കൂട്ടായ്മ അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു UDFൻ്റെ ഭരണത്തിൽ ഏതെങ്കിലും വലിയ എല്ലും കഷ്ണം കടിച്ചുകൊണ്ട് ആ കൂട്ടായ്മയും പറഞ്ഞുകൊണ്ട് കുറച്ച് കാലം കൂടി നടക്കാം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഈ കേരളത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ പാർട്ടി നേരിട്ടതല്ലേ ഓരോ ഘട്ടത്തിലും. ഇയാളെക്കാളും അമ്മന്മാർ ഈ കേരളത്തിൽ ഉണ്ടായ ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിലുണ്ടല്ലോ. അതെല്ലാം ഈ പാർട്ടി എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെല്ലാം അത്തരം ആളുകളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അവരെല്ലാം പിന്നീട് CPMൻ്റെ ഭാഗമാകുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഒരു തരി മണലിൻ്റെ വലുപ്പം പോലും ഇല്ല ശശിയുടെ രാഷ്ട്രീയ വലുപ്പത്തിന്. അപ്പം അങ്ങനെയുള്ളവരൊന്നും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇതൊന്നും വിലപ്പോവില്ല എന്നുള്ളത് ശശിയും മനസ്സിലാക്കിയിട്ടുണ്ട്. ജനം അത് തെളിയിച്ചു. അത് നാട്ടിലെ എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഈ ചിറ്റൂരിൽ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമാണ്, അദ്ദേഹം മാറി പകരം മുരുകദാസ് മത്സരിച്ച ചിറ്റൂരിൽ എന്താ സംഭവിച്ചത്? ചിറ്റൂരിൽ യഥാർത്ഥ തോൽക്കേണ്ട ഒരു മണ്ഡലമല്ല എന്ന് തന്നെയാണ് ഞാൻ ഈ റിസൾട്ട് വരുന്നത് വരെ കരുതിയിട്ടുള്ളത്. ഒരിക്കലും തോൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ സംഭവിച്ച ഏറ്റവും വലിയ ഒരു അപകടം ഇപ്പോൾ റിസൾട്ടിന് ശേഷം കണ്ടത്, മുരുകദാസിൻ്റെ അപരനായ ഒരു മുരുകദാസ് വന്നു. അയാളുടെ ചിഹ്നം നെക്ലസ് ആയിരുന്നു. ഈ നെക്ലസ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുരുകദാസിൻ്റെ ചിഹ്നം മോതിരമാണ്. ആ മോതിരത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ നെക്ലസ് കണ്ടാൽ മോതിരം കണ്ടാൽ ഏറെക്കുറെ സാമ്യമുള്ള ഇതാണ്. മാത്രമല്ല ഇലക്ഷൻ്റെ ഒരു ദിവസം മുമ്പ് എല്ലാ പഞ്ചായത്തുകളിലും നെക്ലസിൻ്റെ ചിഹ്നം അടിച്ചുകൊണ്ട്, അതായത് മോതിരത്തിൻ്റെ മാതൃകയിൽ ചിഹ്നം അടിച്ചുകൊണ്ട് ബാലറ്റ് വരുന്ന ആ മാതൃകയിലുള്ള ചിഹ്നം അടിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും UDF വിതരണം ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. 6948 വോട്ടാണ് ഈ അപരൻ്റെ ചിഹ്നമായിട്ടുള്ള നെക്ലസിന് പോയത്. 6948 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടേണ്ടതാണ്. കാരണം മോതിരത്തിൽ ചെയ്യേണ്ട വോട്ടാണ് ഈ ചിഹ്നത്തിൽ ചെയ്തത്. അത് കിട്ടിയിരുന്നുവെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. 1000-ലധികം വോട്ടിന് 5400 വോട്ടിനാണല്ലോ ഇപ്പോൾ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വോട്ട് ഞങ്ങൾക്ക് വരേണ്ട വോട്ട് വന്നിരുന്നുവെങ്കിൽ 1500-ലധികം വോട്ടിന് ജയിക്കേണ്ട ഒരു മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ അപരൻ്റെ ഒരു ഈ മത്സരം, ആ ഒരു അപരൻ്റെ ഒരു ചിഹ്നം നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ മണ്ഡലം ജയിക്കേണ്ട മണ്ഡലമായിട്ട് തന്നെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അതിൽ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊരു അടിപറ്റിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലീസൊക്കെ മാറി ആക്രമണം ഉണ്ടാകും, ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഗേറ്റൊക്കെ കടന്നു വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പോലീസ് പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറി വലിയ രീതിയിലുള്ള ഒരു അതിക്രമത്തിലേക്ക് അത് പാലക്കാട് തന്നെ അങ്ങനെ സംഭവിച്ചു. അത് പോലീസ് എപ്പോഴും പോലീസിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. പോലീസ് ഒരു കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓടൊന്നും വലിയ അനുഭാവം കാണിക്കാത്ത ഒരു കൂട്ടരാണ് ഈ പോലീസ് സേന എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പോലീസിൻ്റെ എല്ലാ കൊള്ളരായ്മയും എല്ലാ കാലത്തും ചോദ്യം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമാണ് ഇന്നലെ കാണിച്ചത്. അതൊന്നും പാലക്കാട് ജില്ലയിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഈ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം ഭരണത്തിലല്ലാതിരിക്കുമ്പോൾ ഉള്ള CPMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും
ഇനി പോലീസ് കാണാൻ പോകുന്നേ ഉള്ളൂ. കാരണം മാന്യമായി കാര്യങ്ങളെ കണ്ട് ന്യായപരമായ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് സേന ശ്രമിക്കേണ്ടത്. ഇന്നലെ ഉണ്ടായൊരു വിഷയം, ജില്ലാ കമ്മിറ്റി ആഫീസിൻ്റെ മുമ്പിലേക്ക് പടക്കമെറിയുകയാണ് ചെയ്തത്. വലിയ ശബ്ദത്തോടുകൂടി ഒരു പടക്കം പൊട്ടുന്നു. ആ പടക്കം എറിഞ്ഞ ലീഗിൻ്റെയോ മറ്റോ പ്രവർത്തകനെയാണ് പോലീസ് ജീപ്പിൽ കയറ്റുന്നത്. ആ ജീപ്പിൽ കയറ്റിയ പ്രവർത്തകനെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്നും UDF പ്രവർത്തകർ ഇറക്കി വിടുകയാണ്. ആ ഇറക്കി വിട്ട് പിന്നെ അവർ നേരെ പോലീസും ഈ പറയുന്ന UDF പ്രവർത്തകരും നേരെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തള്ളിക്കയറുകയാണ്. ആ തള്ളിക്കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് SFIൻ്റെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ 5 മണി വരെ നിന്ന് നമ്മുടെ ജയിച്ച MLA-മാർക്കെല്ലാം അതൊരു സ്വീകരണമൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. പക്ഷേ ഇവിടെ മുറ്റത്ത് നിൽക്കുന്ന SFIക്കാരെ അകാരണമായി അനാവശ്യമായി പോലീസ് ലാത്തി വീശുകയാണ്. ഒരു കാര്യമില്ല. ഒരു കാര്യം പോലീസ് മനസ്സിലാക്കേണ്ടത്, CPM സംബന്ധിച്ചിടത്തോളം ഭരണത്തിലില്ലാതിരുന്ന നിങ്ങളുടെ എല്ലാം കുതിര കയറാം എന്നാണ് ഇവർ ആലോചിക്കുന്നതെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്നും അത് വിലപ്പോവില്ല എന്ന് ഇനിയുള്ള ദിവസം മനസ്സിലാക്കണം. മാന്യമായിട്ട് ഇങ്ങോട്ട് പെരുമാറിയാൽ അതിനേക്കാൾ കൂടുതൽ മാന്യതയോടുകൂടി ഞങ്ങൾ പെരുമാറും. നിങ്ങളുടെ മാന്യത വിട്ടാൽ അതിനേക്കാളും മാന്യത വിടാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു പ്രവർത്തകരാണ് ഞങ്ങളും. ഞങ്ങളുടെ പ്രവർത്തകർക്ക് വേദനയുണ്ടാകുക, ഞങ്ങളുടെ പാർട്ടി കേന്ദ്രത്തെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് UDF അതുപോലെ തന്നെ പോലീസും വന്നാൽ അതിനെല്ലാം ചെറുക്കാനുള്ള കരുത്ത് നല്ലതുപോലെ എല്ലാ കാലത്തുമുണ്ട്. അതിനേക്കാളും 10 ഇരട്ടി കരുത്ത് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ പാർട്ടിക്കുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. വളരെ നന്ദി. സിന്ദൂരി, അല്പം സുദീർഘമായൊരു സംഭാഷണമാണ് ജില്ലാ സെക്രട്ടറി നമ്മളോട് പങ്കുവച്ചത്. വിശദമായൊരു വിലയിരുത്തലിലേക്ക് CPM ജില്ലാ കമ്മിറ്റി കടന്നിട്ടില്ല. പ്രാഥമികമായ വിലയിരുത്തലാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ചില മണ്ഡലങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് ആ മണ്ഡലം കൈവിട്ടു. പക്ഷെ അതിനുശേഷം ഉണ്ടായ ആക്രമണം, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുക എന്ന് പറയുന്നത് ഒരു വലിയ വിജയാഹ്ലാദ പ്രകടനമാണ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുള്ള ആക്രമണമായി മാറുക. എന്തായാലും അക്കാര്യത്തിലും അദ്ദേഹം പാർട്ടി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സിന്ദൂരി.